ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ ലാലേട്ടനെ നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. തുടരും എന്ന മൂവി തരുൺ മൂർത്തിയുടെ ലാലേട്ടൻ്റെ ബ്രില്യൻസ് മാത്രം എടുത്ത് നമ്മുടെ ഇതിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. യാതൊരു വിധ ലാഗിങ്ങും കൂടാതെ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും കത്തിക്കേറാന്നൊക്കെ ഒന്ന് പറയുന്ന പോലെയുള്ള ഒരു ഫീലായിരുന്നു കിട്ടിയത്. ഇന്നലെ 25th ഇന്നലെ മൂവി റിലീസായി. ഇന്നലെ വർക്കൊക്കെ കഴിഞ്ഞ് ഇന്നലെ തന്നെ കാണണം എന്ന വാശിക്ക് വൈകുന്നേരം 11:30 സിനിമ കണ്ടത്. ഫസ്റ്റ് ഹാഫ് ശരിക്കും ഒരു സത്യനന്ദിക്കാട് മൂവി പോലെ നമുക്ക് കണ്ടിരിക്കാം. അത് കഴിഞ്ഞ് പിന്നെ പടം അങ്ങോട്ട് കത്തിക്കയറാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ജോഷി, സിബിമലയിൽ, പ്രിയദർശൻ, സത്യനന്ദിക്കാട് എല്ലാം കൂടി ചേർന്നൊരു മൂവി ആണ് നമുക്ക് തരുൺ മൂർത്തി ശരിക്കും നമുക്ക് തന്നിരിക്കുന്നത്. കാരണം ലാലേട്ടൻ്റെ നമുക്ക് മിസ്സായിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. അതായത് ആളുടെ കോമഡി രീതിയിൽ കലർന്ന സത്യനന്ദിക്കാട് മൂവിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള പോലത്തെ ആക്ടിങ് ഒക്കെയും വളരെ ബ്രില്യൻ്റ് ആയിട്ട് തന്നെ ലാലേട്ടൻ ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ ചെയ്തതുകൊണ്ട് ലാലേട്ടനെ ശരിക്കും യൂസ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ലാലേട്ടൻ്റെ കഴിവുകൾ ശരിക്കും പുറത്തെടുത്ത് കൊണ്ടുവന്ന ഒരു ഡയറക്ടർ. കാരണം സിബിമലയിൽ, സത്യനന്ദിക്കാട് അങ്ങനത്തെയൊക്കെ ഇപ്പോൾ സിബിമല സാറിൻ്റെ മൂവിയിലൊക്കെ ഉള്ള ഇമോഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതുപോലെയൊക്കെയുള്ള സീനുകളും അതുപോലെ സത്യനന്ദിക്കാടിൻ്റെ ചിത്രത്തിൽ കാണുന്ന പോലെ നാട്ടുപുറം അങ്ങനത്തെ ഒരു ശൈലിയും ജോഷി സാറിൻ്റെ മാസും ഒക്കെ കൂടി കൊണ്ടുവന്നിട്ടുള്ള ഒരു ബ്രില്യൻ മൂവിയാണ് തുടരും എന്ന് പറയേണ്ടി വരും. വളരെ സന്തോഷവാനാണ്. കാരണം ലാലേട്ടനെ നമ്മൾ ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ പോയി കണ്ട ഒരു പടമാണ്. ഒരുപാട് ഹൈപ്പൊക്കെ കൊടുത്ത് പടം എന്തിനാണ് ഇത്രയും കോസ്റ്റൊക്കെ ചിലവാക്കി പടം എടുക്കണമെന്ന് നമുക്ക് തോന്നും. കാരണം പ്രേക്ഷകർക്ക് ഇത് മതി. കാരണം ലാലേട്ടൻ നമുക്ക് ഇങ്ങനെ കാണാനാണ് ആഗ്രഹം, അല്ലേ? കാരണം ഒരു നെഗറ്റീവ് കമൻറ്റും ഈ മൂവിക്ക് വരാൻ ചാൻസ് ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പഴയ വിൻറ്റേജ് ലാലേട്ടൻ നമുക്ക് മിസ്സായിട്ട് ജോഡിയൻ സിനിമയ്ക്ക് ശേഷം നമുക്ക് അങ്ങനെ ഒരു ലാലേട്ടനെ നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം ലാലേട്ടൻ്റെ ഫിഗർ മാറി, ലാലേട്ടൻ്റെ മുഖത്ത് ഭാവങ്ങൾ വരുന്നില്ല. അങ്ങനെ കുറേ പരാമർശങ്ങൾ ഇങ്ങനെ പല യൂട്യൂബേഴ്സ് ആണെങ്കിലും നമ്മൾ കേട്ട് വരുന്നുണ്ട്. നമുക്കാരും തോന്നിയിട്ടുള്ളൊരു ഫീലാണ് നമ്മുടെ പഴയ ലാലേട്ടൻ തിരിച്ചു വരില്ല എന്നുള്ളൊരു ഫീൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ അതിന് നല്ലൊരു മറുപടിയാണ് നമുക്ക് തുടരും എന്ന മൂവിയിലെ ലാലേട്ടൻ്റെ പെർഫോമൻസ്. തരുൺ മൂർത്തി എന്ന ഡയറക്ടറുടെ ബ്രില്യൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ലാലേട്ടൻ്റെ ലാലേട്ടനെ കൊണ്ട് ഒരു കോമാളിത്തരോ അങ്ങനെയൊന്നും കാണിക്കാതെ ലാലേട്ടൻ്റെ പെർഫോമൻസ് ശരിക്കും നമ്മളിലേക്ക് എത്തിച്ചിരിക്കുകയാണ് തരുൺ മൂർത്തി എന്ന് പറയുന്ന ഡയറക്ടർ. ഇതൊരു ലാലേട്ടൻ ഫാൻസ് മൂവി എന്നല്ല കേട്ടോ. കാരണം നല്ലൊരു മലയാള സിനിമ അല്ലേ, നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മലയാള സിനിമ നമുക്ക് വീണ്ടും തിരിച്ചു കിട്ടിയിരിക്കുന്ന ഒരു സന്തോഷം. ഇപ്പോൾ മാസിന് വേണ്ടി ഇത് അമാനുഷികമായ കാര്യങ്ങൾ ചെയ്യുക അങ്ങനെയൊന്നും ഈ സിനിമയിൽ തന്നെ വളരെ നാച്ചുറലായിട്ട് ഒരു ലൈഫിൽ സംഭവിക്കാവുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഒരു മൂവിയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. ലാലേട്ടൻ നമ്മൾ എന്താണോ ഇഷ്ടപ്പെടുന്നത് അങ്ങനെ ഒരു മൂവിയാണ്. നല്ലൊരു മലയാള സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. ഒക്കെ ആ കാസ്റ്റിങ്ങിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും പെർഫെക്റ്റ് കാസ്റ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഒരു ലാലേട്ടൻ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന അംബാസഡർ കാറിന് പോലും ശരിക്ക് ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ടോ മാസിന് വേണ്ടിയിട്ടോ ഒന്നല്ല, ശരിക്കും അതിന് വരെ ഒരു കഥാപാത്രമാക്കി എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പടത്തിൻ്റെ സവിശേഷത. പിന്നെ എടുത്തു പറയാവുന്ന ലാലേട്ടനൊത്ത വില്ലൻ പ്രകാശ് വർമ്മ. അദ്ദേഹത്തിനെന്ന് ശരിക്കും ഇങ്ങനെ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് NF വർഗീസ് സാറിൻ്റെയൊക്കെ ഒരു ആക്ടിങ് സ്റ്റൈലി ഒക്കെ ശേഷം ശരിക്കും അതുപോലെയൊക്കെ നമുക്ക് തോന്നി. കാരണം നായകനൊത്ത വില്ലൻ എന്നൊക്കെ പറയുന്ന പോലെ കട്ടയ്ക്ക് കട്ട അങ്ങനെ ഒരു പെർഫോമൻസാണ് അദ്ദേഹത്തിൽ നിന്ന് ശരിക്കും നമ്മൾ കണ്ടത്. കാരണം അതുമാതിരി ബിനു, പപ്പു, അദ്ദേഹം ഒക്കെ കോമഡിയും വില്ലനിസും ഒക്കെ ശരിക്കും ചെയ്യാൻ കഴിവുള്ളൊരു ആക്ടറാണ്. മൂവിയുടെ ലെങ്ത് കൂട്ടാൻ വേണ്ടി ആഡ് ചെയ്യുന്ന സീനുകൾ അങ്ങനെയൊന്നുമില്ല. കഥയ്ക്ക് ആവശ്യമുള്ള സീനുകൾ മാത്രം. ഒരു നല്ലൊരു മസ്റ്റ് വാച്ചബിൾ മൂവിയാണ്, എല്ലാവരും കാണുക. ഒരുപാട് സന്തോഷം. കാരണം ലാലേട്ടനെ തിരിച്ചു കിട്ടി എന്നുള്ളത് തന്നെയാണ് ഈ മൂവിയുടെ ഏറ്റവും വലിയ സന്തോഷം. ലാലേട്ടൻ്റെ ശരിക്കും നമ്മൾ ചില സീനുകളൊക്കെ നമുക്ക് രോമാഞ്ചം വന്നിട്ട് എണീറ്റ് നിന്ന് ലാലേട്ടൻ്റെ ഒപ്പം നിൽക്കാൻ തോന്നുന്ന ചില സീനുകളൊക്കെ ഉണ്ട്. പടം സ്റ്റാർട്ടിങ് മുതലേ പതുക്കെ കത്തി കയറി ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ
അപ്പോൾ കൂടുതൽ പറയുന്നില്ല, എല്ലാവരും മൂവി കാണുക. അജീഷ് അമൃത് ബ്ലോഗ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോയുമായി. ഇപ്പം എൻ്റെ വീഡിയോയിൽ റിവ്യൂസ് മാത്രമല്ല, കൺസ്ട്രക്ഷൻ്റെ വർക്കുകളുടെ ആയാലും ഷോർട്ട് ഫിലിംസ്, അതുപോലെ ട്രാവലിംഗ് വീഡിയോസ്, ഫുഡ് നല്ല ഫുഡ് കിട്ടുന്ന ലൊക്കേഷനുകൾ, സൈറ്റുകളൊക്കെ നമ്മൾ തേടി പോകാറുണ്ട്. യാത്രകൾ ഇഷ്ടമുള്ള ഒരു യൂട്യൂബറാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.